ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിം ഇന്ത്യൻ ഡ്രിഫ്റ്റ് ഓട്ടോ. ഇതിൽ നമ്മൾ വണ്ടീനെ മോഡിഫൈ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് നമ്മുടെ ലംബോർഗിനി എടുത്താണ് അപ്പോൾ മോഡിഫൈ ചെയ്യാൻ കൊണ്ടുപോകാം. നമ്മൾ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓ ഗൈസ്, പോലീസൊക്കെ പുറത്തേക്കുന്നു. അതൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ട് പിടിച്ചായിരിക്കും. നമുക്ക് വേഗം പോകാം വീട്ടിലോട്ട്. വരി മാറി. ഓ ഗൈസ്, നമ്മൾ മോഡിഫൈ ചെയ്ത വണ്ടി. നമുക്ക് വേഗം പോലീസ് വരാൻ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പുറത്ത് പോലീസ് വരണം, നമുക്ക് പോയി നോക്കാം. പോലീസൊക്കെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവരിങ്ങോട്ട് വരും. കൈസ് അവർ വരുന്നു. നമുക്ക് हो गई ना हवा टाइट. ये भी ले. हो गई ना हवा टाइट. ये भी ले. ഇവിടെ പോലീസ് കൊണ്ടുവന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ പോലീസിനൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്കിനി ചെറിയ സ്വിമ്മിംഗ് പൂളിൽ കറങ്ങി നടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് സ്വിമ്മിംഗ് പൂളിലോട്ട് പോകും. അയ്യോ ഗൈസ്, ഞാൻ എൻ്റെ തോർത്ത് മാറ്റാൻ പോയി. എനിക്കൊണ്ട് മാറ്റില്ല അങ്ങനെ. അപ്പോൾ ഗൈസ്, നമുക്കിനി സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിച്ചിട്ട് വരാം. ഫെലിക്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. പുറത്തൂടെ ആൾക്കാർ പോകുന്നുണ്ട്. കുഴപ്പമില്ല.
എടാ ഫെലിക്സേ, നീ വാടാ. വാ വാ ഫെലിക്സേ, നമുക്ക് ഒന്നിച്ച് കുളിക്കാം. വാ ഫെലിക്സ് അല്ലേ, കുഴപ്പമില്ല, നമുക്ക് താല്പര്യം. ഇതിനൊക്കെ ഡ്രസ്സ് വേണം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഒരു വണ്ടിയിൽ ഫെലിക്സേ നീ വരുന്നുണ്ടോ ഇവിടുത്തെ വണ്ടി മോഡിഫൈ ചെയ്യാൻ? അപ്പോൾ ഫെലിക്സെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ കൊണ്ടുപോകുന്നു. വരുന്നുണ്ടെങ്കിൽ നീ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഫെലിക്സേ. ഞാനുണ്ട്. ഞാൻ വരുന്നുണ്ട്. ഓക്കെ എന്നാണ് ഫെലിക്സേ, നമുക്ക് ഒന്നിച്ച് വീടിൻ്റെ എടുക്കണ്ടേ ഫെലിക്സേ? നമുക്ക് ഒന്ന് മുടിവ് ഒരു പുതിയ മുണ്ട് എടുക്കാം. ഓക്കെ ഫെലിക്സേ. അപ്പം ഗൈസ്, ഫെലിക്സ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ലംബോർഗിനി എടുക്കാണ്. അപ്പം നമുക്ക് ഈ ലംബോർഗിനി ഫെലിക്സിനെയും കൂടെ നോക്കാം. സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഫെലിക്സ് കയറുക. അപ്പം നമുക്ക് പോകാം. ബീച്ചിലോട്ട് പോയാലോ? വീട്ടിലോട്ട് നമ്മൾ ഈ ഫെലിക്സിന് ഒരു ജോലി കൊടുക്കണം. അല്ല, എനിക്കൊരു ജോലി. ഫെലിക്സ് എപ്പോഴും ഇങ്ങനെ കറങ്ങി കുറിച്ച് കൊണ്ടുപോകത്തില്ല, അറിയില്ലേ? എന്നാലും നമുക്ക് നമ്മളെ ജോലി ഫെലിക്സ് ഓടിക്കാൻ അറിയാമെങ്കിൽ ഓടിക്കും. ഫെലിക്സ്, എനിക്ക് നിന്നെക്കാട്ടും നല്ലതായിട്ട് ഓടിക്കാൻ അറിയാം. നീ എവിടെ മിണ്ടാതേക്ക്. ശരി എന്നാ നമുക്കിവിടെ ഒരു ജോലി കിട്ടുമെന്ന് നോക്കാം. ജോലി കിട്ടിയാൽ മതി. അയ്യോ, ഇന്ന് ജോലി കിട്ടിയാൽ മതിയായിരുന്നു. വാടാ ഫെലിക്സേ, നിനക്കൂടെ വേണം ജോലി ചെയ്യാം. നിനക്ക് ജോലി വേണോ? എനിക്കൊന്നും വേണ്ട അണ്ണ. പിന്നെ അണ്ണൻ തന്നെ ചെയ്താൽ മതി. ഒരു മടിയനും ഉണ്ട്. മടിയുടെ ഒരു ചോട്ടനുണ്ട്. അത് ഫെലിക്സ് നീ കൂടുതലാകുന്നുണ്ടേ, മിണ്ടാടിയിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞേക്കണേ നാളെ വരാനാ. എടാ ഫെലിക്സ് വാടാ, നിനക്ക് ഇത് ജോലി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തരാം. എനിക്കൊന്നും വേണ്ട അണ്ണോ. പിന്നെ അണ്ണൻ തന്നെ പോയി ജോലി ഇടാൻ മതി. അങ്ങനെ തന്നെ വേണം ഫെലിക്സേ. ഞാൻ നിന്നെ കൊണ്ടുപോകണം നാളേക്കിട്ട്. ഫെലിക്സേ, നമുക്കെന്താ പറയുക, നമ്മുടെ വീട്ടിലോട്ട് പോകാം. നാളെ രാവിലെ നീ ഫുഡൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കണം. എനിക്ക് നാളെ ജോലിയല്ലേ. ഞാൻ ചിലപ്പം ബൈക്കിലായിരിക്കും പോകുന്നത്. എൻ്റെ കാറിന് ഒരു അപകടം പറ്റാതെ കേട്ടോ ഫെലിക്സേ. അപ്പോൾ ഇവരെന്താണ് ഇനി ഉറങ്ങാം. അല്ല വേണം, നമുക്കൊരു ബൈക്ക് എടുത്താലും മതി. നമുക്കൊരു ബൈക്ക് എടുക്കാം. നമുക്ക് ഷോറൂമിൽ പോയൊരു ബൈക്ക് എടുത്തുകൊണ്ട് എന്നിട്ട് നമുക്ക് നാളെ പോവാം. അപ്പടാ വിളിച്ച ഞാൻ അപ്പോൾ പോവാം. നീ എന്താ പറയുക, അകത്ത് പോയിരുന്നല്ലേ? നീ അകത്ത് പോയിരുന്നു. ഞാൻ എന്താ പറയുക, കുടയാണ് ഉണ്ടല്ലോ എനിക്ക്, കുഴപ്പമില്ല. അപ്പോൾ ഫെലിക്സ് അകത്ത് പോയിരുന്നു. ഞാൻ ബൈക്ക് എടുത്തിട്ട് വരാം. അപ്പം നമുക്ക് പോകാം ഗൈസ്. നമുക്ക് പുറത്തിറങ്ങാം. നമുക്ക് നടന്നില്ല, ഇവിടെ അടുത്തിറങ്ങണം. എന്ത് കുഴപ്പമില്ല.
അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് ഇവിടെ എത്താറായി ഷോറൂമിൻ്റെ അടുത്ത്. നമുക്ക് ഇച്ചിരി ഇത്ര നേരം നടക്കുമല്ലോ, നമുക്ക് വേഗം ഓടാം. ഇച്ചിരി ദൂരം കൂടി ഉള്ളൂ. ഡേ ഗൈസ് നമുക്കൊരു റോഡ് ക്രോസ് ചെയ്യാം. ആരും ഇതുപോലെ സിമ്പിളായിട്ട് റോഡിന് ക്രോസ് ചെയ്യില്ലേ, ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ടേ ക്രോസ് ചെയ്യുള്ളൂ ഗൈസ്. വണ്ടി ഫ്രീ ആണെങ്കിൽ നിങ്ങൾ ക്രോസ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഷോറൂമിനകത്ത് ഏതൊരു വണ്ടി എടുക്കാം. അപ്പം നമുക്ക് ഈ വണ്ടി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. നമുക്കൊരു ഡെലിവറിക്ക് വേണ്ടി പോകാം. നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ പുതിയ വണ്ടി ബൈക്ക് നാളെ വേഗം നമുക്ക് ജോലിയുടെ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഉള്ള ബൈക്കിൽ നമുക്കെല്ലാം മോഡിഫൈ ചെയ്യണം ഗൈസ്. നമുക്ക് മോഡിഫൈ ചെയ്യുന്ന സ്ഥലത്തോട്ട് ഇങ്ങോട്ട് നിൻ്റെ ആൾക്കാരല്ലേ അറിയില്ലോ ഗൈസ്. ഇവിടുത്തെ കുൻ്റെ ആൾക്കാർ അവരങ്ങോട്ടാണ് പോകണം. ഗൈസ് ഇവൻ നമ്മുടെ വണ്ടിയെ കയറി അടിച്ചു. എന്തെങ്കിലും പറ്റും. നമ്മൾ ഇവനെ ഗൈസ് അപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ മിസ്സൈലിട്ടപ്പോൾ നമ്മളുടെ ഏറ്റോട് ഇച്ചിരി പകർന്നു. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നെടുത്തിട്ടാണ് വന്നത്. നമ്മുടെ വണ്ടി എന്തായാലും നമുക്ക് പിന്നെ നടന്ന് അവിടെ പോകണ്ടേ. കുഴപ്പമില്ല, നമുക്ക് നടന്നു പോകാം. നമുക്കിനി ഓടിപ്പോവാം, നടന്നു പോകണ്ട, ഓടിപ്പോകണല്ലേ. അപ്പം വണ്ടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പോലീസിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പേ ഒരു വണ്ടീനെ പൊട്ടിച്ചില്ലേ, അതിന് വേണ്ടിയായിരിക്കും എൻ്റെ പുറകിൽ. പക്ഷെ എൻ്റെ വണ്ടിയെ തൊട്ട ഒരു വിവരം അറിയും. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. നമ്മൾക്ക് നാളത്തെ ജോലിക്ക് പോകാൻ വേണ്ടി നമ്മൾ വണ്ടി ഇച്ചിരി മോഡിഫൈ ഒക്കെ ചെയ്യാം. ഈ ചെറിയ ദൂരമുള്ള ബൈക്കൊക്കെ മതി. ആ ദൂരത്തെ ജോബ് നല്ലതാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കൊടുക്കാം. അല്ലേ കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് 2-3 ദിവസം വിളിച്ചിട്ട് പുതിയ സ്ഥലത്ത് പിടിക്കാം. പക്ഷേ ഇവിടെ ആകെ ജോബ് കിട്ടുന്ന സ്ഥലം ആ സ്ഥലം മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ദൂരെയാണ്. എന്നാലും നമുക്ക് നോക്കാം. നമുക്കെന്നാ വണ്ടി അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലോട്ട് നോക്കുക. നാളെ ജോലിക്ക് പോകാമല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. നല്ലൊരു ജോലിയാണ്. ഇൻട്രോക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പോലീസ് കൊടുക്കാറുണ്ട്. നമ്മുടെ വീട് നമുക്ക് ഈ വരിക്കും. ആരും ഇപ്പം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ലല്ലോ. പോലീസ് ഉണ്ടായിരുന്നില്ല. പോലീസ് ആണെങ്കിൽ ഈ വരി കൂടെ കാണത്തുമില്ല. അയ്യോ ഗൈസ്, ഞാൻ വിചാരിച്ചു നമ്മൾ കിട്ടുമായിരിക്കും. കുഴപ്പമില്ല, നമ്മൾ വീടെട്ടാണ്. ആ ഫെലിച്ചിരിക്കോ ലംബോർഗിനിക്കൊന്നും പറ്റിക്കാടിരുന്നാൽ മതിയായിരുന്നു. എങ്ങനെയും പറ്റിച്ചതിന് ലംബോർഗിനി വില ഇടിച്ച് എവിടെയെങ്കിലും കിടക്കുകയാണ്. അവന് ഞാൻ നല്ല വെച്ചു. അവനോട് പ്രോമിസ് ഇട്ട് എടുക്കത്തൊന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല. പ്രോമിസ് ഇട്ട് ആണെങ്കിൽ അവനൊന്നും എടുക്കത്തില്ല. അവൻ എത്രയും അച്ഛനല്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിപ്പം വണ്ടി ഇവിടെ പാർക്കില്ല. അത് നമുക്ക് ഫെലിക്സിനെ പോകാം.
പോലീസ് വരാനുണ്ട്. ഒരാളടിച്ചു. ഓ ഗൈസ്, വേഗം വീട്ടിൽ പോകണം. അതെന്താ സംഭവിച്ചേ? ബ്രിഡ്ജടിച്ചാണ്. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പുറത്ത് പോലീസ് വരണം, നമുക്ക് പോയി നോക്കാം. ഗൈസ്, പോലീസ് ഒക്കെ അകത്ത് കയറിയിട്ടുണ്ട്. പോയിരിക്കുക. ഗൈസ്, ഇവരിങ്ങോട്ട് വരും. ഗൈസ്, അവർ വരുന്നു. നമുക്ക് ये ले दिया फुल ट्रीटमेंट. ഇതേ ഒരു വഴിയുള്ളൂ. ये ले, ये भी ले. ഓ ഗൈസ്, हो गई ना हवा टाइट. ये ले, ये भी ले. പോണം ഗൈസ്, അല്ലാതെ നമ്മളെ പിടിക്കും. उन्हें हो गई ना हवा टाइट. करो. ये ले, ये भी ले. ഗൈസ്, നമുക്കിതേ ഒരു വഴിയുള്ളൂ. ആ പേജ് വെച്ച് പൊട്ടിക്കാം. നമുക്കൊരു RPG ഇട്ട് പൊട്ടിക്കാം. പിന്നെ ഇവിടെ പോലീസ് കൊണ്ടുണ്ട് ഗൈസ്. നമുക്കിവിടെ പൊട്ടിച്ചാലേ. അപ്പോൾ ഗൈസ്, നമ്മൾ പോലീസിനൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി സ്വിമ്മിംഗ് പൂളിൽ കറങ്ങി നടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് സ്വിമ്മിംഗ് പൂളിലോട്ട് പോകും. അയ്യോ ഗൈസ്, ഞാൻ എൻ്റെ തോർത്ത് മാറ്റാൻ പോയി. ഇതിലൂടെ മാറ്റില്ല അങ്ങനെ. അപ്പോൾ ഗൈസ്, നമുക്കിത് സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിച്ചിട്ട് വരാം. ഫെലിക്സൊക്കെ അവിടെ എപ്പോഴുണ്ട്. പുറത്തൂടെ ആൾക്കാർ പോകുന്നുണ്ട്. കുഴപ്പമില്ല. എടാ ഫെലിക്സേ, നീ വാടാ. വാ വാ ഫെലിക്സേ, നമുക്ക് ഒന്നിച്ച് കളിക്കാം. വാ. ഫെലിക്സ് കുഴപ്പമില്ല, കുഴപ്പമില്ല. നമുക്ക് കളിക്കാം. വളരെ വേറെ ഇതിനൊക്കെ ഡ്രസ്സ് മാറും. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഒരു വണ്ടിയിൽ ഫെലിക്സേ, നീ വരുന്നുണ്ടോ ഇപ്പോൾ വണ്ടി മോഡിഫൈ ചെയ്യാൻ? അപ്പോൾ ഫെലിക്സ് നോക്കുന്നത് വരുന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ കൊണ്ടുപോകുന്നു. വരുന്നുണ്ടെങ്കിൽ നീ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഫെലിക്സേ. ഞാനുണ്ട്. ഞാൻ വരുന്നുണ്ട്. ഓക്കെ, എന്നാ ഫെലിക്സേ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഒന്ന് മുടിവ് ഒരു പുതിയ മുണ്ട് എടുക്കും. ഓക്കെ ഫെലിക്സേ. അപ്പം ഗൈസ്, ഫെലിക്സ് പറഞ്ഞിട്ട് നമ്മുടെ ലംബോർഗിനി എടുക്കാണ്. അപ്പം നമുക്ക് ഈ ലംബോർഗിനി എടുക്കാം. ഫെലിക്സിനെയും കൂടി നോക്കി സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഫെലിക്സ് കയറുക. അപ്പം നമുക്ക് പോകാം. ബീച്ചിലോട്ട് പോയാലോ? വീട്ടിലോട്ട് നമ്മുടെ ഫെലിക്സ്
ഫെലിക്സിന് ഒരു ജോലി കൊടുക്കണം. അല്ലെ എനിക്കൊരു ജോലി. ഫെലിക്സ് എപ്പോഴും ഇങ്ങനെ കറങ്ങി കുറച്ച് കൊണ്ടുപോകത്തില്ല. അനിയനല്ലേ, എന്നാലും നമുക്ക് നമ്മളെ ജോലി ഫെലിക്സ് ഓടിക്കാൻ അറിയാമെങ്കിൽ ഓടിക്കും. ഫെലിക്സേ, എനിക്ക് നിന്നെക്കാട്ടും നല്ലതായിട്ട് ഓടിക്കാൻ അറിയാം. നീ എവിടെ മിണ്ടാതേക്ക്. ആ ശരിയല്ല, നമുക്കിവിടെ ഒരു ജോലി കിട്ടുമെന്ന് നോക്കാം. ജോലി കിട്ടിയാൽ മതി. അയ്യോ, ഒന്ന് ജോലി കിട്ടിയാൽ മതിയായിരുന്നു. വാടാ ഫെലിക്സേ, നിനക്കൂടെ വേണം ജോലി ചെയ്യാം. നിനക്ക് ജോലി വേണോ? എനിക്കൊന്നും വേണ്ട അണ്ണ. പിന്നെ അണ്ണൻ തന്നെ ചെയ്യണം. ഒരു മടിയനും ഉണ്ട്. മടിയുടെ ഒരു ചേട്ടനുണ്ട്. അത് ഫെലിക്സ് നീ കൂടുതലാകുന്നുണ്ടേ മിണ്ടാതെ ഉണ്ട് അവിടെ. അപ്പം നമുക്ക് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞേക്കണേ നാളെ വരാനാ. എടാ ഫെലിക്സ് വാടാ, നിനക്കൊരു ജോലി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തരാം. എനിക്കൊന്നും വേണ്ട അണ്ണോ. പിന്നെ ഒന്നും തന്നെ പോയി ജോലി ഇടാൻ മതി. അങ്ങനെ തന്നെ വേണോ ഫെലിക്സ്? ഞാൻ നിന്നെ കൊണ്ടുപോകണം നാളേക്കട്ടെ. ആ ഫെലിക്സേ, നമുക്കെന്താ പറയുക, നമ്മുടെ വീട്ടിലോട്ട് പോകാം. നാളെ രാവിലെ നീ ഫുഡൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കണം. എനിക്ക് നാളെ ജോലിയല്ലേ. ഞാൻ ചിലപ്പം ബൈക്കിലായിരിക്കും പോകുന്നത്. എൻ്റെ കാറിന് ഒരു അപകടം പറ്റാതെ സൂക്ഷിച്ചു. കേട്ടോ ഫെലിക്സേ? ഓ ഇവരെന്താണ് ഇനി ഉറങ്ങാം. അല്ല വേണ്ട, നമുക്കൊരു ബൈക്ക് എടുത്താലും നമുക്കൊരു ബൈക്ക് എടുക്കാം. നമുക്ക് ഷോറൂമിൽ പോയൊരു ബൈക്ക് എടുത്തുകൊണ്ട് എന്നിട്ട് നമുക്ക് നാളെ പോവാം. അപ്പടാ ഫെലിക്സ്, ഞാൻ അപ്പോൾ പോവാം. നീ എന്താ പറയുക, അകത്ത് പോയിരുന്നു അല്ലേ? നീ അകത്ത് പോയിരുന്നു. ഞാൻ എന്താ പറയുക, കുടയാണ് ഉണ്ടല്ലോ എനിക്ക്, കുഴപ്പമില്ല. അപ്പോൾ ഫെലിക്സ് അകത്ത് പോയിരുന്നു. ഞാൻ ബൈക്ക് എടുത്തിട്ട് വരാം. അപ്പം നമുക്ക് പോകാം ഗൈസ്. നമുക്ക് പുറത്തിറങ്ങാം. നമുക്ക് നടന്നില്ല, ഇവിടെ അടുത്തായിട്ടാണ്. എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ നടന്ന് ഇവിടെ എത്താറായി ഷോറൂമിൻ്റെ അടുത്ത്. നമുക്ക് ഇത്ര നേരം നടക്കുമല്ലോ, നമുക്ക് വേഗം ഓടാം. ഇച്ചിരി ദൂരം കൂടി ഉള്ളൂ. ഡേ ഗൈസ്, നമുക്കൊരു റോഡ് ക്രോസ് ചെയ്യാം. ആരും ഇതുപോലെ സിമ്പിളായിട്ട് റോഡിന് ക്രോസ് ചെയ്യില്ലേ. ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ട് ക്രോസ് ചെയ്യുള്ളൂ ഗൈസ്. വണ്ടി ഫ്രീ ആണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഷോറൂമിനോട്ട് കയറിയൊരു വണ്ടി എടുക്കാം. അപ്പം നമുക്ക് ഈ വണ്ടി എടുക്കാം. അപ്പം നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. നമുക്കൊരു ഡെലിവറിക്ക് വേണ്ടി പോകാം. നമ്മുടെ വണ്ടി ഡെലിവറി കാണുന്നുണ്ട് ഗൈസ്. നമ്മുടെ പുതിയ വണ്ടി ബൈക്ക്. നാളെ വേഗം നമുക്ക് ജോലിയുടെ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഉള്ള ബൈക്കിൽ നമുക്കെല്ലാം മോഡിഫൈ ചെയ്യണം ഗൈസ്. നമുക്ക് മോഡിഫൈ ചെയ്യുന്ന സ്ഥലത്തോട്ട് എൻ്റെ ആൾക്കാരല്ലേ അറിയില്ലോ. നമുക്ക് കുൻ്റെ ആൾക്കാർ അവരങ്ങോട്ടാണ്. അവരങ്ങോട്ട് പോകണം. അത് വിടിക്കും. മോഡിഫൈ ചെയ്യാം.
വണ്ടിയൊക്കെ ഇടിച്ചു. എന്തെങ്കിലും പറ്റി നമ്മൾ ഇവിടെ ഗൈസ്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ മിസ്സൈലിട്ടപ്പോൾ നമ്മളുടെ ഏറ്റോട് വെച്ചിട്ട് പകർന്നാണ്. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നെടുത്തിട്ടാണ് വന്നത്. നമ്മുടെ വണ്ടി ഉണ്ടായോ? നമുക്ക് പിന്നെ നടന്ന് അവിടെ പോകണ്ടേ? കുഴപ്പമില്ല, നമുക്ക് നടന്നു പോകണ്ട. നമുക്കിനി ഓടിപ്പോവാം, നടന്നു പോകണ്ട. ഓടിപ്പോകണല്ലേ? അപ്പം വണ്ടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പോലീസിന്റെ പുറകിൽ എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പേ ഒരു വണ്ടീനെ പൊട്ടിച്ചില്ലേ, അതിന് വേണ്ടിയായിരിക്കും എൻ്റെ പുറകിൽ വന്നത്. പക്ഷെ എൻ്റെ വണ്ടിയെ തൊട്ട ഒരു വിവരം അറിയും. അപ്പം ഗൈസ് നമുക്ക് നമ്മുടെ ഈ വണ്ടി മോഡിഫൈ നമ്മൾക്ക് നാളത്തെ ജോലിക്ക് പോകാൻ വേണ്ടി നമ്മുടെ വണ്ടി ഇച്ചിരി മോഡിഫൈ ഒക്കെ ചെയ്യാം. ഈ ചെറിയ ദൂരമുള്ള ബൈക്കൊക്കെ മതി. ആ ദൂരത്തെ ജോബ് നല്ലതാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും എടുക്കാം. അല്ലേ കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് 2-3 ദിവസം പിടിച്ച് കഴിഞ്ഞിട്ട് പുതിയ സ്ഥലത്ത് പിടിക്കാം. പക്ഷേ ഇവിടെ ആകെ ജോബ് കിട്ടുന്ന സ്ഥലം ആ സ്ഥലം മാത്രം. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ദൂരെയാണ്. എന്നാലും നമുക്ക് നോക്കാം. നമുക്കെന്നാ വണ്ടി അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലോട്ട് നാളെ ജോലിക്ക് പോകാമല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് നല്ലൊരു ജോലിയാണ്. ഇൻട്രോക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പോലീസ് കൊടുക്കാറുണ്ട്. നമ്മുടെ വീട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ലല്ലോ. പോലീസൊന്നും വരുന്നില്ല. പോലീസാണെങ്കിൽ ഈ വഴി കൂടെ കാണത്തുമില്ല. അയ്യോ ഗൈസ്, ഞാൻ വിചാരിച്ചു നമ്മൾ കിട്ടുമായിരിക്കും. കുഴപ്പമില്ല, നമ്മൾ വീടെട്ടാണ്. ആ ഫെലിച്ചിരിക്കൂ ലംബോർഗിനിക്കൊന്നും പറ്റിക്കാടില്ലെന്നാണ് എങ്ങനെയും പറ്റിച്ചതിന് ലംബോർഗിനി വില ഇടിച്ച് എവിടെയെങ്കിലും കിടക്കുവാണ്. അവന് ഞാൻ നല്ല വെച്ചു. അവനോട് പ്രോമിസ് ഇട്ടേ എടുക്കത്തൊന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല. പ്രോമിസ് ഇട്ട ആണെങ്കിൽ അവനൊന്നും എടുക്കത്തില്ല. അവൻ എത്രയും അഞ്ചെണ്ണമില്ല. കണ്ടു നമുക്കിപ്പം വണ്ടി ഇവിടെ പാർക്കില്ല. അത് നമുക്ക് ഫെലിക്സിനെ പോകാം. ഫെലിക്സ്